കുബൂസ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. യെസ്, ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഇസ് ആൽമിൻ ആൻഡ് ദിസ് ഇസ് aalloostechandfoods. നമ്മൾ ഇന്ന് കുബൂസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് കുബൂസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതാണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് ടൈമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഞാനൊരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളത്തിന് നേരിയ രീതിയിൽ ചൂടുണ്ടായിരിക്കണം. ചൂട് അധികമാവാനും പാടില്ല. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ ഈസ്റ്റ് ആണെങ്കിൽ അത് 1 ടീസ്പൂണോളം വേണം. ഈസ്റ്റ് ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ ഏകദേശം 1 മിനിറ്റോളം വെയിറ്റ് ചെയ്തു. അതിനകത്തേക്ക് 1 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തു. ശേഷം അത് നന്നായി ഇളക്കി മാറ്റി വെച്ചു. ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മളിത് മാറ്റി വയ്ക്കണം. ഈ സമയം കൊണ്ടാണ് ഈസ്റ്റ് നന്നായി ആക്റ്റീവ് ആകുന്നത്. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 7 കുബൂസ് ഉണ്ടാക്കാനായിട്ടുള്ള മൈദയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 1/4 കിലോ മൈദയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയ ശേഷമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഏകദേശം 10 മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഈസ്റ്റ് നല്ലോണം ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറേശ്ശെയായി ഈ ഗ്ലാസ്സിലെ വെള്ളം മൈദയിലേക്ക് ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാൻ പോകുന്നു. കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുമിച്ച് ഒരിക്കലും വെള്ളം അതിനകത്തേക്ക് ഒഴിക്കരുത്. കുറേശ്ശെയായി ഒഴിച്ച് വേണം ഇത് കുഴച്ചെടുക്കാൻ. മറ്റൊരു പ്രധാന കാര്യം എന്തെന്നാൽ, മൈദയെ പോലെ തന്നെ ഗോതമ്പും നമുക്ക് കുബൂസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസമുണ്ടാവും. അതുപോലെ തന്നെ മൈദയും ഗോതമ്പും ഒരുമിച്ച് മിക്സ് ചെയ്തും നമുക്ക് കുബൂസ് ഉണ്ടാക്കാം. എന്നാൽ ഞാനിവിടെ മൈദ മാത്രമാണ് എടുത്തിരിക്കുന്നത്. കാരണം അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടണമെങ്കിൽ മൈദ മാത്രമേ ഉപയോഗിക്കാവൂ. വീഡിയോയിൽ കാണുന്നത് പോലെ പയ്യെ കുഴച്ചെടുക്കുക. സമയമെടുത്ത് കുഴച്ചെടുക്കുക. ഏകദേശം 5 മിനിറ്റ് ഇതുപോലെ കുഴച്ച ശേഷം ഏകദേശം ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ പരുവത്തിൽ മാവിനെ നമ്മൾ ആക്കിയെടുക്കുന്നു. അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാവായി കിട്ടുന്നത് വരെ നമ്മൾ കുഴച്ചെടുക്കണം. നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ ആദ്യമൊക്കെ നമ്മളുടെ കയ്യിൽ നന്നായി മാവ് ഒട്ടിപ്പിടിക്കുന്നതായിരിക്കും. എന്നാലും ക്ഷമ വിടാതെ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കാൻ ശ്രമിക്കുക. അല്പസമയം കഴിഞ്ഞാൽ അത് കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിലാകുന്നതായിരിക്കും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയ ശേഷം നമ്മൾ നമ്മുടെ വൃത്തിയുള്ള കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ അല്പം നമ്മൾ നേരത്തെ മാറ്റിവെച്ച 2 സ്പൂൺ മാറ്റിവെച്ച മൈദയിൽ നിന്നും ഒരല്പം വിതറിയ ശേഷം നമ്മളിവിടെ ഇട്ട് നല്ലതുപോലെ വലിച്ച് സ്ട്രെച്ച് ചെയ്ത് മാവിനെ ഒന്നുകൂടി കുഴയ്ക്കാൻ പോവുകയാണ്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കിച്ചൺ കൗണ്ടർ ടോപ്പ് തികച്ചും വൃത്തിയുള്ളതുമായിരിക്കണം. ഈർപ്പമോ നനവോ ഇല്ലാത്തതുമായിരിക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ അല്പം മൈദ വിതറിയ ശേഷം നമ്മളുടെ നേരത്തെ എടുത്തു വെച്ച ആ മാവ് അതിനു മുകളിൽ നന്നായി ഒന്ന് ചുറ്റിയെടുക്കുക. ശേഷം നല്ലതുപോലെ തന്നെ സമയമെടുത്ത് ഏകദേശം 10-15 മിനിറ്റോളം ഇതേ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നല്ലതുപോലെ വലിച്ച് സ്ട്രെച്ച് ചെയ്ത് നല്ലോണം മാവ് കുഴച്ചെടുത്താൽ മാത്രമേ നമ്മളുടെ കുബൂസിന് നല്ല സോഫ്റ്റ് ഉണ്ടായിരിക്കുകയുള്ളൂ. പരമാവധി സമയമെടുത്ത് തന്നെ ഇത് കുഴച്ചെടുക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് ഇതേ രീതിയിൽ ചെയ്ത ശേഷം ഞാൻ മാവ് എടുത്തിട്ട് ഒരു കാസറോളിൽ അല്പം മൈദ വിതറിയ ശേഷം അതിൽ വെച്ചു. അതിനുശേഷം കൈകളിൽ ഒരല്പം ഓയിൽ എടുത്ത് നല്ലോണം കൈകളിൽ തേച്ച് പിടിപ്പിച്ച ശേഷം ആ മാവ് എടുത്തിട്ട് മാവിൽ നല്ലോണം ഓയിൽ തേച്ച് പിടിപ്പിക്കുന്നു. മാവിലെ ഈർപ്പം പോവാതിരിക്കാനാണ് നമ്മളിത് ചെയ്യുന്നത്. മാവിൽ നല്ലോണം ഇത് തേച്ച് പിടിപ്പിച്ച ശേഷം നനഞ്ഞ ഏതെങ്കിലും കോട്ടൺ തുണി കൊണ്ട് അത് കവർ ചെയ്യുക. ശേഷം ഇതുപോലെ അടച്ച് ഏകദേശം ഒരു 2 മണിക്കൂർ നമ്മൾക്ക് മാറ്റി വയ്ക്കാം. 2 മണിക്കൂറിന് ശേഷം നമ്മൾ കാസറോൾ തുറന്നപ്പോൾ മാവ് നല്ല രീതിയിൽ തന്നെ ആക്റ്റീവ് ആയിട്ടുണ്ട്. മാവിലെ ഈസ്റ്റ് നല്ല രീതിയിൽ ആക്റ്റീവായി പൊന്തി വന്നിട്ടുണ്ട്. ഇങ്ങനെ പൊന്തി വന്നതിന് ശേഷം അതേ കാസറോളിൽ വെച്ച് തന്നെ നമുക്ക് ആ മാവ് ഒന്നും കൂടി ഏകദേശം ഒരു 2 മിനിറ്റ് കൂടി കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് പരത്തിയെടുക്കാം. പരത്തിയെടുക്കാനായിട്ട് ഞാൻ ചെറിയ ഉരുളകളായിട്ട് ആ ഒരു ബോളിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരേ വലിപ്പത്തിലുള്ള 6 ഉരുളകൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പരത്തിയെടുക്കാൻ പോവുകയാണ്. അതിനായി കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഒരല്പം മൈദ വിതറിയ ശേഷം നമ്മൾ എടുത്തു വെച്ച ആ ഒരു ഉരുള അതിന് മേലെ വെച്ച ശേഷം ചെറുതായി കൈ കൊണ്ടൊന്ന് അമർത്തുക.
നമ്മൾ നോർമലായി ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഇതും പരത്തിയെടുക്കാൻ പോകുന്നത്. നല്ലതുപോലെ മൈദ വിതറിയ ശേഷം ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് അത് നല്ലതുപോലെ സ്ട്രോങ് ആക്കി മാറ്റണം. ശേഷം ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. ഏകദേശം 2 ചപ്പാത്തിയുടെ കനത്തിലാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. ഇത് പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം എന്തെന്നാൽ അതിൻ്റെ കനം എല്ലാ വശത്തിലും തുല്യമായിരിക്കണം. യാതൊരുവിധ കാരണവശാലും മാറിപ്പോകാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു കുബൂസ് പൊന്തി വരുന്നതിനെ നല്ലതുപോലെ അത് ബാധിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധിച്ച് തന്നെ അത് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. കുബൂസിന് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഞാനൊരു വട്ടപാത്രം കൊണ്ട് അതിനെ ഒരു കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ഇവിടെ. നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഏകദേശം 2 ചപ്പാത്തിയുടെ കനത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. അരികെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇതാണ് ഏകദേശം ഒരു കുബൂസിന്റെ അളവ്. ഇതിനേലും ഒരല്പം കട്ടി കുറച്ച് വേണമെങ്കിൽ പരത്തിയെടുക്കാവുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ ഞാൻ എല്ലാനും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുടാം. ഞാനിവിടെ അതിനായി ഒരു നോൺ സ്റ്റിക്കിന്റെ പാനാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ കുബൂസ് എടുത്ത് വെക്കാം. കുബൂസ് എടുത്ത് വെച്ച ശേഷം ഏകദേശം ഒരു 30 സെക്കൻഡോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. 30 സെക്കൻഡ് കഴിയുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് വീർത്ത് വരുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഏകദേശം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഇത് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നതായിരിക്കും. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് പൊന്തി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പൊന്തി വരുമ്പോൾ തന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ മറിച്ചിട്ട് കഴിയുമ്പോഴും അതേ രീതിയിൽ തന്നെ അപ്പുറത്തെ വശവും പൊന്തി വരുന്നതായിരിക്കും. പൊന്തി വരുന്നത് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് കുബൂസ് കരിഞ്ഞു പോവാതെ വേവിച്ചെടുക്കണം. അപ്പോൾ നല്ലതുപോലെ പൊന്തി വരുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം ഒന്ന് തിരിച്ചിടാം. ഏകദേശം 1.5 മിനിറ്റോളം ഇതേ രീതിയിൽ തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു കുബൂസ് ഏകദേശം പാകമായിട്ടുണ്ട്. ഇപ്പോൾ തിരിച്ചിട്ടപ്പോൾ അതിൻ്റെ പുറകുവശം ചെറുതായിട്ട് കരിഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മളിത് എടുത്തു മാറ്റണം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി നമുക്ക് ചുട്ടെടുക്കാം. നമ്മളെല്ലാവരും ഇതേ രീതിയിൽ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. കടയിൽ നിന്ന് വാങ്ങുന്ന രീതിയിലുള്ള അതേ കുബൂസ് തന്നെയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്കൊരല്പം മുരിഞ്ഞത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ മുരിച്ചെടുത്തിട്ടുള്ളത്. ശരിക്കും ഇതിൻ്റെ യാതൊരുവിധ ആവശ്യകതയും ഇല്ല. എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഈസ് മീ ആൽമിൻ സൈനിങ്.